നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള അപൂർവ ബഹുമതിയും ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPM നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു വാർഡിൽ വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അപ്പീൽ നൽകാനാണ് വൈഷ്ണയുടെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയൊക്കെ തന്നെ തീരുമാനം. വൈഷ്ണയുടെ കുടുംബ വീട് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുട്ടടയിലാണ്. അവരുടെ എല്ലാവിധ ഔദ്യോഗിക രേഖകളിലും വോട്ടേഴ്സ് ID-യിലും മറ്റ് പ്രധാനപ്പെട്ട ആധാർ കാർഡിലും എല്ലാം തന്നെ ഈ മുട്ടടയിലെ വീടിൻ്റെ മേൽവിലാസമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവർ പിന്നീട് നൽകിയ അപേക്ഷയിൽ കൊടുത്തിട്ടുള്ള വിലാസം മറ്റൊന്നാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിൻ്റെ TC നമ്പർ 18/564 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഇവരെ ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ല എന്നുമാണ് CPMൻ്റെ ആരോപണം. എന്നാൽ താൻ താമസിക്കുന്ന വീടിൻ്റെ നമ്പർ TC 18/2365 ആണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർത്തിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചതെന്നുമാണ് വൈഷ്ണ പറയുന്നത്. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് സെല്ലിലേക്ക് ആവശ്യമായ എല്ലാ രേഖകളും താൻ സമർപ്പിച്ചിരുന്നു എന്നും ഇത് സംബന്ധിച്ച് ഹിയറിങ്ങിനെ വിളിച്ചപ്പോൾ CPM പ്രതികൾ എത്തിയില്ലായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ മതിയായ രേഖകളുമായി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ തൻ്റെ അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് അവർ പറയുന്നത്. പറഞ്ഞ ദിവസം ഹിയറിങ്ങിന് ഹാജരാകാതിരുന്ന CPM നേതാക്കൾ അടുത്ത ദിവസമാണ് എത്തിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതായാലും ഇതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസും ഈ വൈഷ്ണയൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. മുട്ടട CPMൻ്റെ ഒരു സ്ഥിരം ശക്തികേന്ദ്രമായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള പ്രഗത്ഭയായ മിടുക്കിയായ ബഹുമുഖപ്രതിഭയായ ഒരു പെൺകുട്ടി മത്സരിക്കുന്നത് CPMനെ അമ്പരപ്പിച്ചിരുന്നു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെയാണ് അവർ വൈഷ്ണയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. വൈഷ്ണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇത് കള്ളവോട്ടാണ് എന്നും അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം വൈഷ്ണയാകട്ടെ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തൻ്റെ ഭാഗം കൃത്യമായി ന്യായീകരിച്ചിരുന്നു. തൻ്റെ വോട്ടേഴ്സ് കാർഡും അതുപോലെ ആധാർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളിലും തിരിച്ചറിയൽ രേഖകളിലും ഒക്കെ തന്നെ തൻ്റെ സ്ഥിരം മേൽവിലാസം വെച്ചിട്ടുള്ളത് മുട്ടടയിലെ തങ്ങളുടെ കുടുംബ വീടാണ് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഈ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ മുന്നിട്ട് ഇറങ്ങിയത് എന്ന് വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വൈഷ്ണയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു IT വിദഗ്ധയാണ്, ഉദ്യോഗസ്ഥയാണ്, LLB വിദ്യാർത്ഥിനിയാണ്, ഒപ്പം തന്നെ ഒരു മികച്ച കലാകാരി കൂടിയാണ്, ടെലിവിഷൻ അവതാരകയാണ്. അങ്ങനെ എല്ലാ നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ച ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഒരു വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ CPMനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിരുന്നു. അതിലവർ ഭാഗികമായി വിജയിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ വൈഷ്ണ സുരേഷിന് ഇനി അപ്പീൽ നൽകാം. ഈ അപ്പീൽ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ കഴിയും. പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് മുമ്പ് മാത്രം ഇത് അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ അവർക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിന് മുന്നിൽ ഇത് ഇനി അപ്പീൽ വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ അതോ പകര സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണമോ എന്നുള്ള കാര്യമൊന്നും ഇന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും വൈഷ്ണയ്ക്കൊപ്പം കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ CPMനെ കള്ളക്കളി നടന്നു എന്ന് തന്നെയാണ്. തങ്ങൾക്ക് ഈ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ അവർ ശ്രമം നടത്തുന്നത് എന്നാണ് കോൺഗ്രസും വൈഷ്ണയും ആരോപിക്കുന്നത്. KSUവിൻ്റെ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന സമരങ്ങളിലേക്ക് തന്നെ മുന്നണി പടയാളിയായ ഒരു വനിതാ നേതാവ് കൂടിയായിരുന്നു വൈഷ്ണ. KSUവിൻ്റെ ഭാരവാഹിയായിരുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ KSU സ്ഥാനാർത്ഥിയായി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. അങ്ങനെ KSUവിൻ്റെ തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയരായ നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വൈഷ്ണ. അതുകൊണ്ട് തന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു എതിരാളിയായി തന്നെ കണ്ടുകൊണ്ട് ഇത് ഭാവിയിൽ തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം അവർ ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് ഇറങ്ങിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കളും കരുതുന്നത്. എന്തായാലും നിലവിൽ വൈഷ്ണയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ജോലി രാജിച്ചിട്ടാണ് വൈഷ്ണ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. കാരണം വളരെ മിടുക്കിയ ഒരു കുട്ടി ചെറിയൊരു ദൗർഭാഗ്യം കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എങ്കിൽ പോലും സ്ഥിരം വിലാസവും അതിൻ്റെ എല്ലാവിധ രേഖകളും വൈഷ്ണ ഹാജരാക്കിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ അത് ഹാജരാക്കിയിരുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും CPM വല്ലാതെ ഭയപ്പെടുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണിത്. മാത്രമല്ല മറ്റു വാർഡുകളിലേക്ക് തന്നെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിൽ കൂടിയാണ് അവരുടെ കൂടെയുള്ള NGO യൂണിയൻ ഉൾപ്പെടെയുള്ള
ജീവനക്കാരുടെ സംഘടനകളും എന്നാണ് പറയപ്പെടുന്നത്. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോകാൻ കണക്കാക്കി എന്തെങ്കിലും ഒരു രേഖ കിട്ടുമെങ്കിൽ പരമാവധി അവ എത്തിച്ച് അവരെ ഇല്ലാതാക്കാൻ തന്നെയായിരിക്കാം അവർ ശ്രമം നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. മുട്ടട വാർഡിൽ വളരെ തകൃതിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത്. വൈഷ്ണവ് സുരേഷ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു സുപ്രധാന പദവി ലഭിക്കേണ്ടുന്ന ഒരു പ്രഗത്ഭയായ യുവ നേതാവ് കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു സാങ്കേതികമായ പിഴവിൻ്റെ പേരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം നേരിടുന്നത്. അതിന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തങ്ങൾ എല്ലാവിധ നിയമ സംവിധാനങ്ങളും ഒരുക്കി ഇതിനെ നേരിടും എന്ന് തന്നെയാണ്.